പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ശുദ്ധീകരണ പ്രാർത്ഥനയാണ്. പഴയ നിയമത്തിലെ ജോഷുവ എന്നെയും നിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മകളിലും അസ്വസ്ഥതകളും തകർച്ചകളും പരാജയങ്ങളും അപമാനങ്ങളും സംഭവിക്കുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂട്ടായ്മകൾ സംഭവിക്കപ്പെടുന്ന ആ തകർച്ചകളെ സമർപ്പിച്ച് തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കാരണം കണ്ടെത്തി വലിയൊരു മാനസാന്തര അനുഭവത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള വിളി ഇതായി ശുശ്രൂഷ സമയത്ത് കർത്താവ് ഒരുക്കിയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച ഓരോ വ്യക്തിയും ഒന്ന് ചിന്തിച്ചേ. നിന്റെ വീട്ടിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു തകർച്ച, ദുഃഖം, ഭാരം, അപമാനം, ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും നിന്റെ കുടുംബത്തിൽ അങ്ങനെ സൃഷ്ടിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നീ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ ജീവിക്കുന്നത്? ആ വ്യക്തി കാരണമാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാകാൻ കാരണം എന്ന് പറഞ്ഞ് ആ വ്യക്തിക്കെതിരെ കുറ്റപ്പെടുത്തി ആ വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിലും വിഷമിപ്പിക്കുന്ന തരത്തിലും നീ സംസാരിച്ച് കുടുംബത്തിന്റെ താളം തെറ്റിക്കുന്ന അവസ്ഥയുണ്ടോ? ഇതാ ജോഷുവ നിന്റെയും എന്റെയും മുമ്പിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം നമ്മുടെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണുനീരിന്റെ പ്രാർത്ഥനയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ പറയേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ലാതെ നിൽക്കുന്ന ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ കണ്ടു. ഇതാ നമ്മുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മുമ്പിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി നൽകും. എപ്പോഴാണെന്നറിയോ? ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ തകർച്ചയുടെ കാരണങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി നൽകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും യാചനാപൂർവം പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ഇങ്ങനെ യാചനാപൂർവം നീട്ടിപ്പിടിക്കണം. നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അനുഭവിക്കുന്ന അപമാനം, അവഗണന, നാണക്കേട്, മാനക്കേട്, പരാജയം, ബലഹീനത, ദുഃഖം ഏത് വിഷയത്തെക്കുറിച്ചാണ് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്ന സഹോദരങ്ങളുണ്ടല്ലോ, പ്രാർത്ഥിച്ചേ. നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിനക്ക് ഭാരമുണ്ടോ? ഒരുപക്ഷെ വിചാരിക്കുന്നത് പോലത്തെ ഒരു ജീവിതമല്ല എന്ന് നീ സങ്കടപ്പെടുന്നുണ്ടോ? നിന്റെ കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റിയെന്ന് സങ്കടപ്പെടുന്നുണ്ടോ? ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് കരുതി നീ ഭാരപ്പെട്ടാണോ ജീവിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? ഇതാ നിനക്ക് വേണ്ടി ജോഷുവ പഠിപ്പിക്കുന്നു, നീ ഭാരപ്പെടാനല്ല, മറിച്ച് ദൈവത്തിന് മുമ്പിൽ നീ പ്രാർത്ഥിക്കണം. നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? എൻ്റെ സഹോദര സഹോദരി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മകനെ ഓർത്ത് മകളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്ന അനേക മാതാപിതാക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. നിന്റെ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും എന്താ നിന്റെ പരാതി? അവരെ 24 മണിക്കൂറും അപമാനിക്കുന്ന, ആണം കെടുത്തുന്ന, ഉപദേശം പറഞ്ഞും കുറ്റപ്പെടുത്തിയും ജീവിച്ചാൽ മതിയോ? പോരാ, അവർക്ക് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്താൻ, പ്രാർത്ഥിക്കാൻ, കണ്ണുനീരൊഴുക്കാൻ ജോഷുവ ചെയ്തതുപോലെ എനിക്കും നിനക്കും ഒരു കടമയുണ്ടെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ ചില സഹോദരങ്ങൾ, അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് മനം നൊന്തൊരവസ്ഥയുണ്ടാകും. ചിലരുടെ മദ്യപാന ശൈലി, ചിലരുടെ മയക്കുമരുന്നിന്റെ അടിമത്തം, തോന്നിവാസ ജീവിതം, തെറ്റായ ജീവിത ശൈലികൾ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുന്നു. അതിൻ്റെ അനന്തരഫലങ്ങൾ കുടുംബത്തിലുള്ള അനേകർ അനുഭവിക്കുന്നു. ദൈവമേ, എൻ്റെ കുടുംബത്തിലും ഇപ്രകാരമുള്ള ചില തകർച്ചകളുണ്ട്. ആ തകർച്ചകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ചിലര് ഉത്തരവാദിത്തമില്ലായ്മ, അലസമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും, കുടുംബത്തിലുണ്ടാവും. കുടുംബത്തിന്റെ ഒരു കാര്യവും നോക്കത്തില്ല, ഉത്തരവാദിത്വം ഒന്നും ചെയ്യാതെ അലസമായി മടി പിടിച്ച് അവർ തോന്നിയതുപോലെ ജീവിക്കുന്നുണ്ടാവും. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ അവരുടെ മുഖം മനസ്സിൽ കണ്ട്
അവരുടെ പേര് പറഞ്ഞ് കർത്താവേ ദാ ഇന്ന വ്യക്തിയെ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആളുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. കർത്താവേ, ഇതാ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അവിടെ ഇവിടെയും നടന്ന് കുറ്റം പറയാനല്ല, മറിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഒരു അഭിഷേകം. ഓ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളും ഭാരങ്ങളും കണ്ണുനീരും അപമാനവും അവഗണനയും മുഴുവൻ കർത്താവെ അങ്ങയുടെ കൈകളിൽ സമർപ്പിച്ച് ഒരു വലിയ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഇങ്ങനെ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് മുമ്പിൽ നിന്റെ കാരണങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി നൽകും. നിന്റെ ദുഃഖത്തിന്റെ വിഷയങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി നൽകും. കർത്താവെ, ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. തടസ്സങ്ങൾ മാറണമേ, കൃപ കൊണ്ട് നിറയണമേ. ഓരോ വ്യക്തിയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഇത് നിന്റെ ജീവിതത്തിന്റെ ശുദ്ധീകരണ പ്രാർത്ഥനയാണ്. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. ഓ കർത്താവേ, എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് ഞാൻ കൈയടിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഇന്ന വ്യക്തിയെ ഓർത്തുകൊണ്ട് ഞാൻ കൈയടിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബാംഗം എവിടെയുണ്ടോ അവിടേക്ക് ഒരു അഭിഷേകം കടന്നു ചെല്ലട്ടെ. എൻ്റെ കുടുംബാംഗം എവിടെയുണ്ടോ അവിടേക്ക് ഒരു അഭിഷേകം കടന്നു ചെല്ലട്ടെ. ഒരുപക്ഷെ മദ്യപാനത്തിന്റെ ആസക്തിയാവും, മയക്കുമരുന്നിന്റെ ആസക്തിയാവും, അനുസരണക്കേടിന്റെ ദുരാത്മാവായിരിക്കും, തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു ശൈലികളായിരിക്കും. നിന്റെ കൈയടിച്ചുള്ള പ്രാർത്ഥന ആ വ്യക്തിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കും. കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും തകർച്ചകളായിരിക്കും. ജീവിത പങ്കാളി ഉൾക്കൊള്ളാൻ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. മടിയും അലസതയും പിടിച്ച് വീട്ടിലിരിക്കുന്ന അവസ്ഥയായിരിക്കും. മാനസിക ദുഃഖത്തിൽ ഡിപ്രഷനിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കും. ജീവിതത്തിൽ ഇനി മുമ്പോട്ടില്ല, എല്ലാം തീർന്നുവെന്ന് ചിന്തിച്ച് നരകതുല്യമായൊരവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയായിരിക്കും. നീ ഒന്ന് കൈയടിച്ചൊന്ന് പ്രാർത്ഥിച്ച്, നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. കൈയടിച്ചോ, നന്നായിട്ട് കൈയടിച്ചേ. ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ യേശുവേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ യേശുവേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ചേർന്ന് ചേർന്ന് ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ. ആത്മാവാൽ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ, ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഓരോ വ്യക്തിയുടെ കുടുംബത്തിന്റെ മേല് കർത്താവെ വലിയൊരു ശുദ്ധീകരണം നടക്കട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേല് സംഭവിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, എസെക്കിയേൽ പ്രവചനത്തിന്റെ ശക്തി ഇപ്പോൾ ദൈവ മക്കളിലേക്ക് കടന്നു വരട്ടെ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കും. വിശ്വസിച്ച് വിശ്വസിച്ച് ദൈവജനം ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ഈ കൈയടിച്ച് പാടുന്ന സമയത്ത് ഹന്നാമളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് കൈയടിച്ചോ, കണ്ണടച്ച് കൈയടിച്ചോ, ശക്തിയോടെ. ആമേൻ. ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. എന്നിൽ വളരും
ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. സർവ്വവ്യാപി ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊട്ട ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ അതിശക്തമായ കൃപ ഒഴുകപ്പെടുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. പഴയ നിയമത്തിലെ ജോഷുവ ദൈവജനത്തിന് വേണ്ടി സാഷ്ടാംഗം വീണ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഒരു കടമ എനിക്ക് നിനക്കുമുണ്ട് എന്ന് ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഭാരപ്പെടണ്ട. അനേകരോട് കർത്താവ് പറയുന്നു, നീ ഭാരപ്പെടണ്ട, നിന്റെ പ്രശ്നത്തിന് വഴിയുണ്ട്. മകളെ ഓർത്ത് കരയുന്ന അപ്പനും അമ്മയും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാരപ്പെടേണ്ട. മകൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന മകളുടെ ജീവിതം അനുഗ്രഹപൂരിതമാക്കും. വിശ്വസിക്കൂ. ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് അലർജി രോഗവുമായിട്ട് വന്നിരിക്കുന്ന ഒരു കുടുംബം, ആ കുഞ്ഞിന് കർത്താവ് ഒരു സൗഖ്യം നൽകിയ കുടുംബത്തിൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ചൊരിയുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. റിയാൻ എന്ന പേരുള്ളൊരു കുട്ടിയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. ഗർഭവതിയായിട്ടുള്ളൊരു സ്ത്രീയെ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്നു. ഭയപ്പെടേണ്ട. സങ്കീർത്തനം 91. സഹോദരി, എന്നും ആ ഉദരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണേ. സങ്കീർത്തനം 91 സഹോദരിക്ക് കർത്താവ് നൽകുന്നൊരു സന്ദേശ വചനമാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കഴുത്തിൻ്റെ പുറകുവശത്തായിട്ട് ശക്തമായ പെയിൻ അനുഭവിക്കുന്ന, അധിക ദിവസങ്ങളായിട്ടില്ല, കുറച്ച് ദിവസങ്ങളായി ഈ കഴുത്തിൻ്റെ പുറകുവശത്ത് സിവിയർ പെയിൻ ഉണ്ട്. എന്താണ് എന്നിങ്ങനെ ഭാരപ്പെടുന്നു. ആശുപത്രിയിൽ പോകണം, ഡോക്ടറിനെ കാണണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ ഭാഗത്ത് നല്ല തണുത്ത ഐസ് വെച്ചതുപോലെ തണുപ്പ് അനുഭവപ്പെട്ട് ആ വ്യക്തി ഒരു സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഇതൊരു അടയാളമാണ്. വിശ്വസിക്കണം, ഇതൊരു അടയാളമാണ്. വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സഹോദര, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ജപമാല നീ മുടക്കല്ലേ. ജപമാല പരിശുദ്ധ അമ്മേനെ നീ ഉപേക്ഷിക്കല്ലേ. ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന തീ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. ദൈവ തിരുമുമ്പിൽ പ്രാർത്ഥിക്കണം. ഓരോ വ്യക്തിയുടെ മേലും കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം ഓരോ വ്യക്തിയും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ആരെയും മാറ്റി നിർത്തുന്നില്ല, മറിച്ച് ഓരോരുത്തരെയും വ്യത്യസ്തമായ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നമുക്ക് മുട്ടുകുത്തിക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് ഇന്ന് നൽകുന്ന സമ്മാനമാണ് ഈ ആശീർവാദം. വിശ്വസിച്ച് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ